നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ സമഗ്ര വാദ്യകലാ ചരിത്ര ഗ്രന്ഥമായ കേരളീയ വാദ്യ പാരമ്പര്യം തക്കിട്ട പുസ്തകം പ്രകാശിപ്പിച്ചു. വാർത്ത വിശദമായി. ചരിത്ര വിഭാഗ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് ക്യൂർ. കണ്ടനകം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ സമഗ്ര വാദ്യകലാ ചരിത്ര ഗ്രന്ഥമായ കേരളീയ വാദ്യ പാരമ്പര്യം തക്കിട്ടയുടെ പ്രകാശനം കണ്ടനകം IDTR ഓഫീസിനു സമീപം സോപാനം സ്കൂളിന്റെ സഭാമണ്ഡപത്തിൽ നടന്നു. 10,000-ൽ പരം വാദ്യകലാകാരന്മാരുടെ വിവരങ്ങൾ, പ്രശസ്തരായ 15ഓളം ചരിത്രകാരന്മാരുടെയും പ്രഗത്ഭ വാദ്യകലാകാരന്മാരുടെയും ലേഖനങ്ങൾ, കഥകളി, പഞ്ചവാദ്യം, തായമ്പക, മേളങ്ങൾ, കേളി, പാണി, കലശക്കൊട്ട്, സന്ധിവേല, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് ഉൾപ്പെടെയുള്ള വിവിധ അവതരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, വിശദമായ താളപദ്ധതികൾ എന്നിവയും ഗ്രന്ഥത്തിലുണ്ട്. സാമവേദം, നാട്യശാസ്ത്രം, ചുമർ ചിത്രകല, ദാരുശില്പം, ഫോക്ലോർ, ഗുരുമുഖത്തു നിന്നറിഞ്ഞ വായ്മൊഴികൾ തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെ വാദ്യ പാരമ്പര്യത്തിന്റെ വിവരങ്ങളും പഴയകാല ചിത്രങ്ങളും ഉൾപ്പെടുന്ന കേരളീയ വാദ്യകലാ ചരിത്രത്തിലെ ആദ്യത്തെ സമഗ്ര ഗ്രന്ഥമാണിത്. പ്രകാശന ചടങ്ങ് KT ജലീൽ MLA ഉദ്ഘാടനം. കേരളീയ വാദ്യ പാരമ്പര്യത്തിന്റെ അടിവേരുകൾ തേടി സന്തോഷ് ആലങ്കോട് നടത്തിയ സത്യാന്വേഷണത്തിന്റെ പ്രതിഫലനമാണ് ഇന്നിവിടെ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ്. 18,000-ലധികം ആളുകളുടെ വിവരശേഖരണം നടത്തുകയും അതിൽ 13,000 ആളുകളുടെ സത്യസന്ധമായ വാദ്യമേഖലയിലെ സംഭാവനകൾ വിശദീകരിക്കുകയും ചെയ്യുന്ന ബൃഹത് ഗ്രന്ഥമാണ് തക്കിട്ട എന്ന പേരിൽ ഇന്നിവിടെ പ്രകാശിതമാകുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അധ്യക്ഷനായി. പുസ്തകത്തിനെ കുറിച്ചുള്ള എല്ലാ വിവരവും ശ്രീ സന്തോഷ് ഇവിടെ അറിയിച്ചു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് തുടങ്ങിയ കാലം മുതൽ ഏകദേശം 2019 തന്നെ ആലങ്കോട് സന്തോഷും അദ്ദേഹത്തിൻ്റെ മനസ്സും കൃത്യമായിട്ട് പഠിക്കാൻ സാധിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒട്ടുമാത്രം വിഷയം, അതിൻ്റെ സംഘാടകത്വം, അത് എങ്ങനെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, അത് പ്രവൃത്തി വിഷയമായിട്ടും പുസ്തക രൂപേണയും എങ്ങനെ ജനമനസ്സുകളിലേക്ക് കേരളത്തിൻ്റെ കൃത്യമായ സംസ്കാരം എത്തിക്കാൻ സാധിക്കും എന്ന അന്വേഷണമാണ് കുടുംബം പോലും ഉണ്ടാക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ഇവിടെ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. സന്തോഷ് ആലങ്കോടും ഒരു മാതൃകയാണ് എന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന സംഭവം. സത്യത്തിൽ എനിക്കിതിലാകെ അവകാശവാദം ആലങ്കോട്ട് വളയംകുളത്ത് 15 വർഷം മുമ്പ് ഇതിൻ്റെ ആദ്യത്തെ തിരി തെളിയിച്ചത് ഞാനാണ് എന്ന ഒരു എളിയ അവകാശം മാത്രമേ എനിക്കുള്ളൂ. അന്ന് മുതൽ ഇതിൻ്റെ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും ഭയപ്പെട്ടിരുന്നു സന്തോഷം എവിടെ ചെന്നപ്പെടും. ഇപ്പോൾ വാസ്തവത്തിൽ ഞങ്ങളെപ്പോലുള്ള പ്രഭാഷകന്മാർ ചെയ്യുന്ന കാര്യം പ്രചോദിപ്പിച്ച ആളുകളെ കൊളുത്ത് ചാടിക്കും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രചോദിപ്പിക്കും. അങ്ങനെ കയ്യും കാലിട്ടടിച്ച് സന്തോഷ് പെടയുന്നത് കണ്ട് സങ്കടപ്പെടും. പക്ഷേ വലിയ അനുഗ്രഹം, ഗുരുത്വം ഈ ചെറുപ്പക്കാരനുണ്ട്. P. നന്ദകുമാർ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ എന്ത് പറയണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മട്ടന്നൂർകാശാൻ ഒരു നിർദ്ദേശം വെച്ചു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ താമസിക്കുന്നത് 2 കലാകാരന്മാരും നടുക്കാണ്. 2 പേരും അറിയപ്പെടുന്ന ആലങ്കോടിൻ്റെ പേരിലാണ്. ഒന്ന് സന്തോഷ് ആലങ്കോട്, മറ്റൊന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. നടുക്കാണ് ഞാൻ ജീവിക്കുന്നത്. നിത്യേന
യൂട്യൂബിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ലീലാകൃഷ്ണൻ്റെ പ്രഭാഷണവും എൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തു നിന്നുള്ള വാദ്യമേളത്തിൻ്റെയും കേട്ടുകൊണ്ടാണ് ഞാൻ നിത്യേന നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോപാനത്തിന്റെ നാൾവഴികളെ കുറിച്ച് സന്തോഷ് ആലങ്കോട് സംസാരിച്ചു. പാരമ്പര്യം ചെണ്ട കുടുംബത്തിലാണ്. പക്ഷെ എനിക്ക് പഞ്ചവാദ്യത്തോട് കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നി. അതിൽ തിമല എന്ന ഉപകരണത്തെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടത്തോടെ സമീപിച്ചത്. അപ്പോൾ ആ കാലത്ത് തന്നെ കൊട്ടുമ്പോൾ ഞങ്ങൾ പഞ്ചവാദ്യത്തിൽ 4 കാലങ്ങൾ കഴിഞ്ഞ് 5ാമത്തെ കാലത്തിൽ എന്തിനാ തിമല കൊട്ടണേ, ബാക്കി എല്ലാ കാലവും മാറുമ്പോൾ മദ്ദളല്ലേ കൊട്ടണേ. തുടർന്ന് നടന്ന പരിപാടിയിൽ പുസ്തകത്തിന്റെ 1ാം വാല്യം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് നൽകി പ്രകാശിപ്പിച്ചു. 2ാം വാല്യം കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, ഡോക്ടർ CM നീലകണ്ഠൻ, ഡോക്ടർ KA രവീന്ദ്രൻ എന്നിവർക്ക് നൽകി പ്രകാശിപ്പിച്ചു. 3ാം വാല്യം ആലങ്കോട് ലീലാകൃഷ്ണൻ, കുഞ്ഞിരാമ മാരാർ, കോട്ടയ്ക്കൽ രവി എന്നിവർക്ക് നൽകി പ്രകാശിപ്പിച്ചു. മനോജ് എംബ്രാന്തിരി, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ്, രാജൻ പുതുമന, കലാമണ്ഡലം സോമൻ, അജിത് കൊളാടി, KG ബാബു, TV ശിവദാസ്, ബഷീർ തുറയാറ്റിൽ, ഭാസ്കരൻ വട്ടംകുളം, അടാട്ട് വാസുദേവൻ, ഉണ്ണി ശുഗപുരം, സനൽകുമാർ, KV ഉണ്ണികൃഷ്ണൻ, മുരളി പാറക്കൽ എന്നിവർ സംസാരിച്ചു. കുറുങ്ങാട്ടുമന വാസുദേവൻ നമ്പൂതിരി സ്വാഗതവും TP മോഹനൻ നന്ദിയും പറഞ്ഞു.